വേദികളിൽ വലിയ ദേശഭക്തി പ്രസംഗങ്ങളും സംഘടനയുടെ ഐക്യത്തെക്കുറിച്ചുള്ള മുദ്രാവാക്യങ്ങളും മുഴക്കാറുള്ള കോൺഗ്രസിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് തിരുവനന്തപുരത്തെ വാമനപുരം വീണ്ടും തെളിയിക്കുകയാണ്. സ്വന്തം പാർട്ടിയുടെ നേതാവായ പാലോട് രവിക്കെതിരെ തന്നെ പ്രവർത്തകർ തുറന്ന പോസ്റ്റർ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. ജനഗണമംഗള രവി വേണ്ട എന്ന കടുത്ത വാചകങ്ങളോട് കൂടി ഉയർന്നിരിക്കുന്ന ഈ പോസ്റ്ററുകൾ കോൺഗ്രസിനുള്ളിലെ കലഹവും നേതൃത്വത്തിനെതിരായ അതൃപ്തിയും പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഒരിക്കൽ ദേശീയഗാനം പോലും ശരിയായി ചൊല്ലാനാവാതെ പരിഹാസങ്ങൾക്ക് പാത്രമാവേണ്ടി വന്ന പാലോട് രവിയുടെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തുറന്നെതിർക്കുന്ന കാഴ്ചയാണ് വാമനപുരത്ത് കാണുന്നത്. പാർട്ടിക്കുള്ളിലെ ഐക്യം പോലും സംരക്ഷിക്കാനാകാത്ത കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ എങ്ങനെ വിജയിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട സൂചനകൾക്കെതിരെയാണ് പോസ്റ്റർ. ജനഗണമംഗള രവി തങ്ങൾക്ക് വേണ്ട എന്നാണ് പോസ്റ്ററിലെ പ്രധാന വാചകം. കടൽ കിളവന്മാരൊക്കെ വീട്ടിലിരിക്കട്ടെ, യുവത്വം നയിച്ചാൽ വിജയം ഉറപ്പ്, പണത്തിനും ഭീഷണിക്കും മുൻപിൽ നേതൃത്വം മുട്ടുമടക്കരുത് എന്നിങ്ങനെ നീളുന്നു പോസ്റ്ററിലെ വാചകങ്ങൾ. ഇക്കൊല്ലം കോൺഗ്രസിന് ഒരു MLA വേണമെന്ന് തങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്നും പോസ്റ്ററുകളിലൂടെ പറയുന്നുണ്ട്. സേവ് കോൺഗ്രസ് വാമനപുരം എന്ന ടാഗോട് കൂടിയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം പാലോട് രവിയെ കൂടാതെ DCC വൈസ് പ്രസിഡന്റായ സുധീർ ഷാ പാലോളും വാമനപുരത്തെ കോൺഗ്രസിന്റെ പരിഗണനാ പട്ടികയിലുണ്ട്. ഇടതു തട്ടകമായ വാമനപുരം ബ്ലോക്ക് 7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ സുധീർ ഷാ ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ചത്. കോൺഗ്രസിന്റെ ഒരു ചടങ്ങിൽ വെച്ച് പാലോട് രവി ദേശീയഗാനം ചൊല്ലിയത് വലിയ വിവാദങ്ങൾക്കും ട്രോളുകൾക്കും ഇടയാക്കിയിരുന്നു. ദേശീയഗാനത്തെ ബഹുമാനിച്ച് എല്ലാവരും അറ്റൻഷനിൽ നിന്ന് അത് പാടുന്നതിനു പകരം അദ്ദേഹം കൈകെട്ടിക്കൊണ്ട് വാക്കുകൾ തെറ്റിച്ചുകൊണ്ടാണ് പാടിയത്. അന്ന് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുകയും കോൺഗ്രസിന് വലിയ തലവേദനയാവുകയും ചെയ്തു. ഇപ്പോൾ ആ വരികൾ തന്നെയാണ് പാലോട് രവിയെ മണ്ഡലത്തിൽ തിരിച്ചുകൊത്തുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് നേതൃത്വവും താഴെത്തട്ടിലെ പ്രവർത്തകരും തമ്മിലുള്ള അകൽച്ച ഈ പോസ്റ്റർ യുദ്ധത്തിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. നിലവിൽ N ശക്തനാണ് DCCയുടെ ചുമതല വഹിക്കുന്നതെങ്കിലും പാലോട് രവി അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ള തർക്കം വാമനപുരം പോലുള്ള കോൺഗ്രസ് സ്വാധീന മേഖലകളിൽ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അച്ചടക്കമില്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് ഔദ്യോഗിക നേതൃത്വം കരുതുമ്പോഴും പ്രവർത്തകരുടെ വികാരം മാനിക്കാത്തതാണ് ഇത്തരം പ്രതിഷേധങ്ങൾക്ക് കാരണമെന്ന് മറുവിഭാഗം വാദിക്കുന്നുണ്ട്. പാലോട് രവിക്കെതിരെയുള്ള പോസ്റ്ററുകൾ KPCC നേതൃത്വത്തിനും വലിയ വെല്ലുവിളിയാണ്. ജില്ലയിലെ മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള ഐക്യമില്ലായ്മ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയും ബാധിച്ചിട്ടുണ്ട്. മുൻപ് DCC ഓഫീസിന് മുന്നിലും സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങൾ നടന്നു. വാമനപുരത്ത് ഇത്തരത്തിൽ പരസ്യമായി പോസ്റ്ററുകൾ ഉയർന്നത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക പാർട്ടിക്കുണ്ട്. അച്ചടക്ക ലംഘനം നടത്തുന്നവർക്കെതിരെ നടപടി വേണമോ അതോ പ്രവർത്തകരുടെ പരാതികൾ കേൾക്കണമോ എന്ന ആശയക്കുഴപ്പത്തിലാണ് നേതൃത്വമുള്ളത്.